ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2023-24 അധ്യയന വർഷത്തെ ഗണിതം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. 4 വട്ടങ്ങൾ വ്യത്യസ്ത തരത്തിൽ തുല്യമായ ഭാഗിച്ച ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 1/3 ഭാഗം ഷെയ്ഡ് ചിത്രം ഏതാണ്? അതായത് 1/3 ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? അതെ, ലാസ്റ്റ് പിക്ചർ ആണല്ലേ. നോക്കൂ, 1/3 ഭാഗമല്ലേ, അതായത് 1/3 ഭാഗമല്ലേ. അപ്പോൾ എ ആൻസർ എന്താണ്? ഡി, ഓപ്ഷൻ ഡി ആണ്. ദെൻ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏതാണ്? പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏതാണ്? അതെ, സി ആണല്ലേ. നോക്കൂ, അതിലാകെ 6 ഭാഗങ്ങളുണ്ട്. അതിലെ പകുതി എന്ന് പറയുമ്പോൾ 3 ഭാഗം. അപ്പം പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദെൻ 3/4 എത്ര 1/4 ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3/4 എത്ര 1/4 എത്ര 1/4 ചേർന്നാലാണ് 3/4? അതെ, 3 ആണല്ലേ, 3. ഓക്കെ, അപ്പോൾ 3/4 എത്ര 1/4 ഉണ്ട്? ആൻസർ എന്താണ്? 3. ദെൻ 10 ലിറ്റർ വെളിച്ചെണ്ണ 3 പേർ തുല്യമായി വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും? 10 ലിറ്റർ വെളിച്ചെണ്ണ 3 പേർ തുല്യമായി വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും? എത്രയായിരിക്കും? അതെ, 10/3 ആണല്ലേ. 10/3 എന്ന് എഴുതാം. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? 3 1/3 അങ്ങനെ എഴുതിയാലും ശരിയാണ്. 3 1/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ്? 10/3 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 4 എണ്ണത്തെ 3 സമഭാഗങ്ങളാക്കിയാലൊന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു? ഭിന്നസംഖ്യ താഴെ എന്നതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ താഴെ കൊടുത്തവയിൽ ഏതാണ്? എന്താണ്? 4 എണ്ണത്തെ 3 സമഭാഗങ്ങളാക്കിയതിലൊന്ന് എന്നതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ താഴെ കൊടുത്തവയിൽ ഏതായിരിക്കും വരിക? യെസ്, ഏതാണ് കൂട്ടുകാരെ? അതെ, 4/3. ഏതാണ് ആൻസർ? 4/3. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 4/3. എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടിയാൽ ഒരു വട്ടം കൂടി പറയാം. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബി സി ആണ്. സി 3, ദെൻ ഡി 3 1/3 ഓർ 10/3, ഇ 4/3. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 2. സോബയുടെ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിന് 12 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിൻ്റെ ചുറ്റളവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അതെ, 36 മീറ്റർ ആണല്ലേ. ക്ലാസ് റൂമിൻ്റെ ചുറ്റളവ് എത്രയാണ്? 36 മീറ്റർ. ദെൻ ക്ലാസ് റൂമിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടെത്താം? അതെ, 12 × 6 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അതെ, 72 ചതുരശ്ര മീറ്റർ. പരപ്പളവ് എത്രയാണ്? 72 ചതുരശ്ര മീറ്റർ. ദെൻ 36 മീറ്റർ ചുറ്റളവുള്ള സമചതുരാകൃതിയായ ഒരു ഹാളിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? 36 മീറ്റർ ചുറ്റളവുള്ള സമചതുരാകൃതിയായ ഒരു ഹാളിൻ്റെ പരപ്പളവ്. ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 9 മീറ്റർ അല്ലേ. അപ്പോൾ പരപ്പളവ് എത്രയാകും? അതെ, 81 ചതുരശ്ര മീറ്റർ. പരപ്പളവ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 81 ചതുരശ്ര മീറ്റർ. ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 3. 8ൻ്റെ ഗുണിതമായ മറ്റൊരു സംഖ്യ എഴുതുക. 8ൻ്റെ ഗുണിതമായ മറ്റൊരു സംഖ്യ എഴുതുക. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 8ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ 8ൻ്റെയും 3ൻ്റെയും ഗുണിതമായ സംഖ്യ ഏതാണ്? അതെ, 24 ആണല്ലേ. ഏതാണ്? 24. ദെൻ 12ൻ്റെയും 15ൻ്റെയും ചെറുപൊതു ഗുണിതം ഏതാണ്? LCM ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. 12ൻ്റെയും 15ൻ്റെയും ചെറുപൊതു ഗുണിതം ഏതാണ്? അതെ, 60 ആണല്ലേ. ആൻസർ എത്രയാണ്? 60. ദെൻ താഴെ കൊടുത്തവയിൽ 18ൻ്റെ ഘടകം മാത്രമുള്ള സെറ്റ് ഏതാണ്? 18ൻ്റെ ഘടകങ്ങൾ മാത്രമുള്ള സെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. പ്രവർത്തനം 4 ആണ്. അതിൽ 18ൻ്റെ ഘടകങ്ങൾ മാത്രമുള്ള സെറ്റ് ഏതാണ്? അതെ, ഓപ്ഷൻ സി ആണല്ലേ. ഏതാണ് ഓപ്ഷൻ സി വരുന്നത്? 1 2 9 6 3 18.
അതായത് 18ൻ്റെ ഘടകങ്ങൾ മാത്രമുള്ള സെറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി 1, 2, 9, 6, 3, 18. ഇനി 32ൻ്റെ എല്ലാ ഘടകങ്ങളും എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും 32ൻ്റെ ഘടകങ്ങൾ? അതെ, 1, 2, 4, 8, 16, 32. എന്താണ്? 1, 2, 4, 8, 16, 32. ഓക്കെ. ദെൻ 144ൻ്റെ അഭാജ്യ സംഖ്യകളുടെ 144നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതെ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. എങ്ങനെയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഇങ്ങനെ തന്നെയല്ലേ എഴുതിയിട്ടുള്ളത്? ഓക്കെ. ദെൻ പ്രവർത്തനം 5 നോക്കാം. ഒരു കച്ചവടക്കാരൻ 125 രൂപ വീതം വിലയുള്ള 32 പുസ്തകങ്ങൾ വാങ്ങി. ഒരു പുസ്തകത്തിന് 140 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപയ്ക്കാണ് പുസ്തകം വിറ്റത്? നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതെ, 125 ഇൻറ്റു 32. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? അതെ, 4000 രൂപയാണല്ലേ. എത്രയാണ് ആൻസർ? 4000 രൂപ. ദെൻ വിറ്റപ്പോൾ എത്ര രൂപ കൂടുതൽ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. വിറ്റപ്പോൾ എത്ര രൂപയാണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? അതെ, നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആദ്യം എന്ത് ചെയ്യാം? 32 ഇൻറ്റു 15, അതായത് 480 എന്ന് കിട്ടും അല്ലേ. 32 ഇൻറ്റു 15 480. ദെൻ 480 എന്ത് ചെയ്യാം? 480 4000 കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 480 രൂപ കണ്ടെത്താമല്ലേ. ആൻസർ എത്രയാണ് കിട്ടുന്നത്? 480. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം 4000 രൂപയാണ് നമുക്ക് എത്ര വിറ്റ് നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 4480 മൈനസ് 4000. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? അതെ, 480 രൂപ. ആൻസർ എത്രയാണ്? 480 രൂപ. വിറ്റപ്പോൾ എത്ര രൂപ കൂടുതൽ കിട്ടി? 480 രൂപ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ എന്താണ്? 125 ഇൻറ്റു 32 140 ഇൻറ്റു 32 തമ്മിലുള്ള വ്യത്യാസം താഴെ കൊടുത്തവയിൽ ഏതാണ്? അതെ, 15 ഇൻറ്റു 32 ആണല്ലേ. 125 ഇൻറ്റു 32 140 ഇൻറ്റു 32 തമ്മിലുള്ള വ്യത്യാസം താഴെ കൊടുത്തവയിൽ ഏതാണ്? 15 ഇൻറ്റു 32. ആൻസർ ഓപ്ഷൻ സി 15 ഇൻറ്റു 32. ഓക്കെ. ദെൻ പ്രവർത്തനം 6 നോക്കാം. റോയിയുടെ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളിൽ അംഗങ്ങളായ കുട്ടികളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ചതുരചിത്രം താഴെ കൊടുത്തിരിക്കുന്നു. ഏത് ക്ലബിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ക്ലബിലാണ്? ഗ്രാഫ് നോക്കൂ. ഏത് ക്ലബിലാണ്? അതെ, സാമൂഹ്യശാസ്ത്രം ക്ലബിലാണല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. ഏത് ക്ലബിലാണ് ഏറ്റവും കുറവ് കുട്ടികളുള്ളത്? ഏറ്റവും കുറവ് അതെ, പരിസ്ഥിതി ക്ലബിലാണല്ലേ. പരിസ്ഥിതി. ദെൻ കുട്ടികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലബ്ബുകളുടെ പേര് ക്രമത്തിൽ എഴുതാൽ മധ്യത്തിൽ വരുന്നത് ഏത് ക്ലബ്ബാണ്? എഴുതുമ്പോൾ നമുക്ക് ഏത് ക്ലബ്ബാണ് കിട്ടുന്നത്? അതെ, ശാസ്ത്ര ക്ലബ്ബാണല്ലേ. ശാസ്ത്ര ക്ലബ്ബ്. ഓക്കെ. ദെൻ ചിത്രത്തെ അടിസ്ഥാനമാക്കി 2 വ്യത്യസ്തമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. എളുപ്പമല്ലേ? ഇതുപോലെ എന്തെങ്കിലും 2 ചോദ്യങ്ങൾ കൂട്ടുകാർ തയ്യാറാക്കിയാൽ മതി. ഓക്കെ. ദെൻ പ്രവർത്തനം 7 നോക്കാം. കുറെ അരി തുല്യമായി 15 സഞ്ചികളിൽ നിറച്ചു. ഗോപു അതിൽ നിന്ന് 4 സഞ്ചികൾ എടുത്തു. ഗോപുവിന് ആകെ അരിയുടെ എത്ര ഭാഗം കിട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ അരി തുല്യമായി 15 സഞ്ചികളിലാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഗോപു അതിൽ നിന്ന് 4 സഞ്ചികൾ എടുത്തു. അപ്പോൾ ഗോപുവിന് ആകെ അരിയുടെ എത്ര ഭാഗമാണ് കിട്ടിയത്? അതെ, 4/15. അതായത് 15ൽ 4 ഭാഗമല്ലേ. ആൻസർ എന്താണ്? 4/15. ദെൻ സുനിതയ്ക്ക് ആകെ അരിയുടെ 3/15 ഭാഗം കിട്ടി. ഗോപുവിനും സുനിതയ്ക്കും കൂടി ആകെ എത്ര അരിയുടെ എത്ര ഭാഗം കിട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അതെ, 7/15 അല്ല. അതായത് 15ൽ 7 ഭാഗം 7/15. ബി ആൻസർ എത്രയാണ്? 7/15. ഓക്കെ. ദെൻ സി നോക്കാം. ഒരു സഞ്ചിയിൽ 3/4 കിലോഗ്രാം അരിയുണ്ട്. അതിൽ 2/3 കിലോഗ്രാം കൂടി ചേർത്തു. സഞ്ചിയിൽ ഇപ്പോൾ ആകെ എത്ര കിലോഗ്രാം അരിയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കിലോഗ്രാം അരിയുണ്ട്?
അതെ, 1/5/12 അല്ലേ, അതായത് 1/5/12 കിലോഗ്രാം ആണുള്ളത്. 1/5/12 അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് എഴുതാം? 17/12 എന്ന് എഴുതിയാലും ശരിയാണ്. കൂട്ടുകാർ 17/12 എഴുതിയിട്ടുണ്ടെങ്കിലും അതും ശരിയാണ്. അതുപോലെ തന്നെ 1/5/12 എഴുതിയാലും ശരിയാണ്. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സഞ്ചിയിൽ 5/3/4 കിലോഗ്രാം അരിയുണ്ട്. അതിൽ നിന്ന് 2/1 കിലോഗ്രാം അരി സീനത്തിന് കൊടുത്തു. ഇനി സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ബാക്കിയുണ്ട്? എത്ര കിലോഗ്രാം ആണ്? അതെ, 3/1/2 അല്ലേ, 3/1/2. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3/2/4 എഴുതാം, അല്ലെങ്കിൽ 14/4 എഴുതാം, 7/2 എഴുതാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ കൂട്ടുകാർക്ക് 1 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ്? 3/2/4, 14/4, 7/2. ദെൻ 3/5 തുല്യമായ ഭിന്നം താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3/5 ഏതാണ്? അതെ, 12/20 ആണല്ലേ. ആൻസർ എന്താണ്? 12/20. ഓക്കെ, ആൻസർ 12/20. ഓക്കെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.